പുരാതന ഇന്ത്യയിൽ രാഷ്ട്രീയമായും സൈനികമായും ഏറ്റവും ശക്തമായിരുന്ന മറ്റൊരു സാമ്രാജ്യം. മൗര്യ സാമ്രാജ്യത്തോളം വലിപ്പം ഭൂവിസ്തൃതി കൊണ്ട് വരികയില്ലെങ്കിലും ഇന്ത്യയുടെ വളരെ നല്ലൊരു ഭാഗവും അവർ കൈയടക്കി ഭരിച്ചിരുന്നു ഒരു കാലഘട്ടത്തില്. തന്നെയുമല്ല, ഏറ്റവും മികച്ച ഭരണവും അവർ കാഴ്ചവെച്ചിരുന്നു. പൊതുവെ ആ രാജ്യത്താകെ ശാന്തിയും സമാധാനവും നിറഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭരണാധികാരികൾക്ക് മറ്റു പല രീതിയിലും ആ രാജ്യത്തെ വളരെ വേഗത്തിൽ ഉന്നതികളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ സാധിച്ചു. അത്ര തന്നെ ശക്തരുമായിരുന്നു ആ ഭരണാധികാരികൾ. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എഞ്ചിനീയറിംഗ് മേഖലയും, കലയും സാഹിത്യവും തത്വചിന്തയും, ഗണിതശാസ്ത്രവും ജ്യോതിശാസ്ത്രവും മതവും യുക്തിചിന്തയും എന്ന് വേണ്ട അനവധി മേഖലകളിൽ ആ സാമ്രാജ്യം ഒരുപാട് പേര് കേട്ടിരിക്കുന്നു. പുരാതന വ്യാപാര വ്യവസായ ലോകത്തെ അറിയപ്പെടുന്ന ഒരിടമായി ആ സാമ്രാജ്യം പുരാതന ഇന്ത്യയെ വളർത്തുകയും ചെയ്തിരുന്നു. വേദകാലഘട്ടത്തിൽ രചിച്ച വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ നമ്മൾ കാണുന്ന ഈ ഒരു തരത്തിലേക്ക് എത്തപ്പെട്ടത്, സാമൂഹികമായി അതിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു തുടങ്ങിയത് ഒക്കെ ഈ ഒരു സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലാണ്.